Hi, hello, welcome to once. This session we will talk about manufacturing process in K2 question paper solution. So, module 4 is this session discuss. So, June 2023 exam 2019 scheme code MET 204. So, part A part B we will discuss. So, module 4 syllabus basically forging is the module 4. Forging is hammer, force apply, the repeated of blows. That's shape change in forming operation forging. അപ്പോൾ അതിൽ ആപ്ലിക്കേഷൻ ഡൈ ഫോർജിങ് ഡിഫക്റ്റ് ഇൻ ഫോർജിങ് വരുന്നുണ്ട്. അതേപോലെ തന്നെ എക്സ്ട്രൂഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് ഇതിലാണ് വരുന്നത്. പിന്നെ മെക്കാനിസം ഓഫ് എക്സ്ട്രൂഷൻസ്, അതിലെ പ്രോബ്ലംസ്, പിന്നെ വയർ ഡ്രോയിങ്, ഡീപ് ഡ്രോയിങ്, കപ്പ് ഡ്രോയിങ് എന്നൊക്കെ പറഞ്ഞ ടോപ്പിക്സ് എന്താ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. സോ സ്റ്റാർട്ടിങ് വിത്ത് ഫസ്റ്റ് വൺ പാർട്ട് എയിലെ 7th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെന്റ് ബൈ ഫോർജിങ് അണ്ടർ സ്റ്റിക്കിംഗ് കണ്ടീഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഫോർജിങ് ഓപ്പറേഷനിൽ സ്റ്റിക്കിംഗ് ഫ്രിക്ഷൻ ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ജനറലി എന്താണ് സെൻറ്റർ ഓഫ് വർക്ക് പീസിൻ്റെ ഇടയിലാണ്. ബിക്കോസ് എന്താണ് മെറ്റീരിയൽ ഫ്ലോ റെസ്ട്രിക്റ്റഡ് ടു നിയർ ബൈ റീജിയൻസ് ആണ്. ഇപ്പോൾ നമ്മളൊരു ക്ലോസ് ഡൈ ഫോർജിങ് എന്ന് വെച്ചു, ഇതൊരു ഡൈ ആണ്, നമ്മളൊരു വർക്ക് പീസ് വെക്കണം, ഹാമർ വെച്ചിട്ട് നമ്മൾ എന്താണ് റിപ്പീറ്റഡ് ഓഫ് ബ്ലോസ് ചെയ്യണമെന്ന് വെച്ചു. ഇപ്പോൾ ഞാൻ വേറൊരു ഡൈരത്തിൻ്റെ ഇതിൽ കാണിക്കാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഡൈ എന്ന് പറയുന്നത്. സോറി, ഞാൻ വേറെ ഒരെണ്ണം പ്ലേസ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഇതൊരു നമ്മുടെ വർക്ക് പീസ്, ഒരു ഹാമർ വെച്ചിട്ട് നമ്മൾ ഇതിനെ ബീറ്റ് ചെയ്യാണ്. അപ്പോൾ ബീറ്റ് ചെയ്യാൻ നേരത്ത് ഇതെന്ന് പറഞ്ഞാൽ ആ ഡൈയുടെ ഉള്ളിൽ കൺസ്ട്രെയിൻഡ് ആണ്. സോ അതിൽ ഇടിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് എന്താണ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞ സംഭവം എന്താ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ജനറലി എന്താണ് സ്റ്റിക്കിംഗ് ഫ്രിക്ഷൻ, അതിന് ഇപ്പുറത്തേക്കും പോകാൻ പറ്റാത്തതുകൊണ്ട് എന്താ സൈഡ്സിലേക്ക് എന്താ സ്ട്രിക്ക് ചെയ്തിട്ട് എന്താ അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവുന്നുണ്ട്. സോ ബേസിക്കലി നമ്മളോട് വെച്ചിരിക്കണം ഫോർജിങ് അണ്ടർ സ്റ്റിക്കിംഗ് കണ്ടീഷൻ ആണ്. എന്ത് വെച്ചാൽ വാട്ട് ഈസ് മെന്റ് ബൈ ഫോർജിങ് അണ്ടർ സ്റ്റിക്കിംഗ് കണ്ടീഷൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റിക്കിംഗ് ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്, ആ ബേസിക്കലി ഇടിക്കാൻ നേരത്തുള്ള ആ ഒരു സ്റ്റിക്കിംഗ് ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് എന്ത് നമുക്ക് ആ ഒരു സ്റ്റിക്കിംഗ് കണ്ടീഷൻ എന്താ ഒക്കെ അറിയണം. അപ്പോൾ ആ സ്റ്റിക്കിംഗ് ഫ്രിക്ഷൻ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എന്താണ് വർക്ക് പീസ് ഇല്ലേ ജനറലി എന്താണ് സെൻറ്റർ നമ്മൾ വർക്ക് പീസിനെ ഇടിക്കാൻ നേരത്ത് ആ ഒരു മെറ്റീരിയൽ ഫ്ലോ റെസ്ട്രിക്റ്റഡ് ആണ്, അതിന് മൂവ് ചെയ്യാൻ പറ്റില്ല നിയർ ബൈ റീജിയൻസിലേക്ക്. അതുകൊണ്ടാണ് എന്താ ഒരു കേസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഹോട്ട് ഫോർജിൻ്റെ കേസിൽ ഈ ഒരു സ്റ്റിക്കിംഗ് ഫ്രിക്ഷൻ്റെ ഒപ്പം തന്നെ സ്ലിപ്പിംഗ് ഫ്രിക്ഷനും ഉണ്ടാവാറുണ്ട്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. സ്റ്റിക്കിംഗ് സോൺസിൽ സ്റ്റിക്കിംഗ് ഫ്രിക്ഷനും അതേപോലെ സ്ലിപ്പിംഗ് സോൺസിൽ സ്ലിപ്പിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞ രണ്ട് ഫിനോമിനേഴ്സ് എന്താ അതിലൊക്കെ ഉണ്ട്. അതിൻ്റെ കേസാണ് ഞാനിവിടെ കാണിച്ചത്. നമ്മളോട് ബേസിക്കലി ഈ ഒരു കാര്യമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് ബേസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. മെറ്റീരിയൽ റെസ്ട്രിക്റ്റ് ആവണതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മളിപ്പോൾ ഇടിക്കാൻ നേരത്ത് തെന്നി പോകണം, ആ ഒരു സ്ലിപ്പാവുന്ന കേസുകളുണ്ട്. ഇപ്പോൾ അത് മെയിൻലി ഇത് നമ്മുടെ ക്ലോസ് ഡൈ ഫോർജിങ്ങിലാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഓപ്പൺ ഡൈ ഫോർജിങ് ഒക്കെ ആണെങ്കിൽ വർക്കറിൻ്റെ സ്കില്ല് ബേസ് ചെയ്തതാണ്. അപ്പോൾ പ്രോപ്പറായിട്ടല്ല നമ്മളെന്താ ബീറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്താ ഒരു ഫ്രിക്ഷൻ സ്ലിപ്പിംഗ് ഫ്രിക്ഷൻ ഒക്കെ ചെയ്യാനുള്ള ചാൻസ് എന്താ അവിടെ ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ആണ് എന്ത് എയ്ത്ത് വൺ പാർട്ട് എയില draw the cross section of a wire drawing die, mark entry, approach and bearing surface in it. അപ്പോൾ നമ്മൾ ക്രോസ് സെക്ഷൻ ഓഫ് വയർ ഡ്രോയിങ് ആണ് പറഞ്ഞേക്കണം. അപ്പോൾ നമ്മൾ രണ്ട് ഡൈ ഉണ്ട്, അതിൻ്റെ ഇടയിലാണ് നമ്മളെന്ത് വർക്ക് പീസിനെ പുള്ളി ചെയ്യണം. ഇവിടുന്ന് പുള്ളി ചെയ്തിട്ട് നമ്മളെന്താണ് ആ റീലിലേക്ക് ചുറ്റും. അപ്പോൾ നമ്മളോട് എന്താ ഓരോന്ന് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കണം. അപ്പോൾ ആംഗിൾ ഓഫ് അപ്രോച്ച്, കെയറിന് ആംഗിൾ ഓഫ് അപ്രോച്ച് ഇവിടെയാണ് എൻട്രി സോണ്. അതേപോലെ തന്നെ എന്താ ബിയറിങ്, ആ ഒരു ഫ്രിക്ഷൻ വഴി അതിനെ ചെറുതാക്കുന്ന ആ ഒരു സംഭവമാണ് എന്ത് ബിയറിങ് സർഫസ് വരുന്നത്. ഇവിടുന്ന് റിലീവ് ചെയ്യുന്ന പോയിന്റാണ് എന്ത് ബാക്ക് റിലീഫ്. അപ്പോൾ ഈ ഫിഗർ വെച്ചിട്ട് ഓരോ സംഭവങ്ങൾ എന്താണെന്നുള്ളത് എന്താ എക്സ്പ്ലെയിൻ ചെയ്യുക. അതാണത് വളരെ ചെറുതായിട്ട് കറക്റ്റായിട്ട് ഫിഗർ വരയ്ക്കുക, അതിനനുസരിച്ച് എന്താ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് എന്ത് സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, മൂവിങ് ഓൺ പാർട്ട് ബി 17A. വിത്ത് ദ ഹെൽപ്പ് ഓഫ് നീറ്റ് സ്കെച്ച് എക്സ്പ്ലെയിൻ വേരിയസ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ കോയിനിങ് പ്രോസസ്. കോയിനിങ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്സ് ആണ്. കോയിനിങ് എന്ന് പറഞ്ഞാലും ഫോർജിങ്ങിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ നമ്മളെ നാണയങ്ങൾ ഉണ്ടാക്കുന്ന പ്രോസസ്സ് കോയിനിങ് ആണ് അല്ലേ. മുകളിലേക്ക് എംബോസ് ചെയ്യും, ഉള്ളിൽ എന്താ മെറ്റീരിയൽ ഉള്ളതിനാണ് കോയിനിങ് എന്ന് പറഞ്ഞാൽ. കോയിനിങ്ങും എംബോസിങ്ങും രണ്ടും ഒരേ പ്രോസസ്സിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എംബോസ് ചെയ്യുമ്പോൾ എന്താ ഉള്ളിൽ പൊള്ളയായിരിക്കും അല്ല. നമ്മുടെ വിഗ്രഹങ്ങൾ ഓർണമെൻറ്റ്സിലൊക്കെ ആ ഒരു എഫക്റ്റ് വരുന്നുണ്ട് അല്ലേ. ഗോൾഡ് ഓർണമെൻറ്റ്സ് പുറത്തേക്ക് തള്ളി നിൽക്കുമ്പോഴും ഉള്ളെന്താ പൊള്ളയായിട്ട് വരും. പക്ഷെ കോയിനിങ് എന്ന് പറയുമ്പോൾ എന്താ എംബോസ് ചെയ്താലും ഉള്ളിൽ മെറ്റൽ ഉണ്ടതിനെയാണ് കോയിനിങ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ നാണയങ്ങൾ 1, 2, 5 രൂപയുടെയൊക്കെ 10 രൂപയുടെയൊക്കെ നാണയങ്ങൾ നോക്കുമ്പോൾ എന്താ 5 എന്നുള്ള മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ മെറ്റലുണ്ട്. സോ അതിൽ നമ്മളെന്താണ് വർക്ക് പീസ് ഉണ്ട്, രണ്ട് ഡൈ, ഒരു അപ്പർ ഡൈ ലോ ഡൈയുടെ ഇടയിലാണ് ഡൈ ഹോൾഡർ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും അപ്പർ ഡൈ മേളിലേക്ക് മൂവ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ലോ ഡൈ താഴത്തേക്ക് എന്നിട്ട് ഒരുമിച്ച് ഒന്ന് ബീറ്റ് ചെയ്ത് പ്രഷറൈസ് ചെയ്യാൻ നേരത്തെ എന്താ ആ ഒരു
അതിനെ സ്ക്വീസ് ചെയ്ത് മേളിലേക്ക് ലിഫ്റ്റ് ചെയ്യുകയും ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ എന്താ ഉള്ളിൽ മെറ്റൽ ഉണ്ടാവും. സോ സ്ലഡ്ജ് ഈസ് കോയിൻഡ് കംപ്ലീറ്റ്ലി ബൈ എന്താണ് ഒരു ക്ലോസ്ഡ് ലൈക്ക് ക്യാവിറ്റി ആണ്. ഫൈൻ ഡീറ്റെയിൽസ് ഉണ്ടാക്കാനായിട്ട് നല്ലൊരു പ്രഷർ, ഒരു 5 to 6 times സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിനനുസരിച്ച് പ്രഷർ കൊടുക്കും. ലൂബ്രിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം അതിൻ്റെ ഇടയിൽ എൻട്രാപ്പ് ചെയ്ത ഡൈ ക്യാവിറ്റീസ് കാര്യങ്ങൾ ഉണ്ടാവാൻ പറ്റും. പിന്നെ എന്താ കോയിനിങ് പ്രോസസ് ഓൾസോ യൂസ്ഡ് വിത്ത് ഫോർജിങ് വിത്ത് അതർ പ്രോഡക്ട്സ് ടു ഇംപ്രൂവ് സർഫസ് ഫിനിഷും കാര്യങ്ങൾക്ക് വേണ്ടി. ദിസ് പ്രോസസ് കോൾഡ് സിസറിങ് ഇൻവോൾവ് ഹൈ പ്രഷേഴ്സ്, ഹൈ പ്രഷർ എന്താ ഇമ്പാർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതാണ് കോയിനിങ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഫിഗർ വരയ്ക്കുക, അതിൻ്റെ സ്റ്റെപ്പ് ഇത് നിങ്ങൾക്ക് ഈ കണ്ടോ ഇതിൽ സ്റ്റെപ്പ് കാണിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ ലിഫ്റ്റ് ചെയ്യണതുണ്ട്, ക്ലോസ് ചെയ്യണതുണ്ട്. അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ കൺവേ ചെയ്യാം ഇൻവിജിലേറ്ററിനോട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫിഗർ വരച്ചിട്ട് അത് വെച്ചിട്ട് എന്താ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇനി അടുത്താണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് നീറ്റ് സ്കെച്ച് എക്സ്പ്ലെയിൻ ഓപ്പൺ ഡൈ ആൻഡ് ഇംപ്രഷൻ ഡൈ പ്രോസസ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലേ, ഫോർജിങ്ങിൽ ഓപ്പൺ ഡൈയും ക്ലോസ് ഡൈ ഉണ്ട്. ഓപ്പൺ ഡൈയിൽ എന്താണ് നമുക്ക് വേണ്ട ഷേപ്പ് എന്നുള്ളത് സ്കില്ല് ബേസ് ചെയ്തിരിക്കും. ഇപ്പോൾ കൊല്ലന്മാരെന്ന് ആലയിൽ അവർ കത്തി അടിച്ചടിച്ച് ചെയ്യണ അവരുടെ സ്കില്ലാണ്. അതെന്ന് പറഞ്ഞൊരു ഓപ്പൺ ഡൈ ഫോർജിങ് ആണ്. ഹാമർ വെച്ച് റിപ്പീറ്റഡ് ബ്ലോസ് വെച്ചിട്ട് വേണ്ട ഷേപ്പിലേക്ക് അവർ അടിച്ചെടുക്കുന്നു. പക്ഷേ ക്ലോസ് ഡൈ ഫോർജിങ്ങിൽ നമുക്ക് ആ ഒരു ഡൈ ഉണ്ട്, റിക്വയർഡ് ഷേപ്പിലെ ഡൈ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇടിച്ചിടിച്ച് വരുമ്പോൾ ആ ഡൈൻ്റെ അകത്ത് കിടന്ന് എന്താ ഷേപ്പ് ആവണയാണ്. സോ അതാണ് ഓപ്പൺ ഡൈയും ക്ലോസ് ഡൈ ഫോർജിങ്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം അറിഞ്ഞിരിക്കുക, ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓപ്പൺ ഡൈയിൽ നല്ലൊരു ഫാറ്റിക് റെസിസ്റ്റൻസ് ഉണ്ട്, കണ്ടിന്യൂസ് ഗ്രെയിൻ ഫ്ലോ കാര്യങ്ങൾ, ഇൻക്രീസ് സ്ട്രെങ്ത് ആയിരിക്കും, ലെസ് മെറ്റീരിയൽ വേസ്റ്റ് ആയിരിക്കും, വോയിഡ്സ് ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്, വാല്യുബിൾ കോസ്റ്റ് സേവിങ് കാര്യങ്ങൾ പറ്റും. പക്ഷേ അതേപോലെ തന്നെ ക്ലോസ് ഡൈ അഡ്വാൻറ്റേജ് ഇന്റേണൽ ഗ്രെയിൻ സ്ട്രക്ചർ ഫോർമേഷൻ ഇൻക്രീസ് ചെയ്യും. ലാർജ് പ്രൊഡക്ഷന് ക്ലോസ് ഡൈ ഫോർജിങ് ആണ് നല്ലത്, കാരണം ഓപ്പൺ ഡൈ സ്കില്ല് ബേസ് ചെയ്തിട്ടാണ്. നോ മെറ്റീരിയൽ ലിമിറ്റേഷൻ ആണ്, നമുക്ക് ഡൈ ബേസ് ചെയ്ത് ചെയ്യാം. നല്ല സർഫസ് ഫിനിഷ് കിട്ടും. മെഷീനിങ്ങിൻ്റെ ആവശ്യം വന്നില്ല, കാരണം ആ ഡൈയുടെ ഉള്ളിൽ തന്നെ വന്നെയാണ്. നല്ലൊരു ഡയമെൻഷണൽ ആക്യുറസി കിട്ടും. ഡിസഡ്വാൻറ്റേജ് നോക്കുമ്പോഴേക്കും നോട്ട് കേബിൾ ഫോർ ഫോമിങ് ക്ലോസ് ടോളറൻസ് അല്ലേ, സ്കില്ല് ബേസ് ചെയ്തിട്ടാണ്. മെഷീനിങ് ഓഫൻ റിക്വയർഡ് ടു അച്ചീവ് ഡിസൈഡ് ഡയമെൻഷൻ, കറക്റ്റ് ഡയമെൻഷൻ കിട്ടാനുള്ള ചാൻസസിൽ കുഴപ്പങ്ങളുണ്ട്. ക്ലോസ് ഡൈ നോക്കാൻ നേരത്തെ എന്താ വെരി എക്കണോമിക് ഫോർ ഷോർട്ട് റൺസ് ആണ്, ടു ദി ഹൈ കോസ്റ്റ് ഫോർ ഡൈ പ്രൊഡക്ഷൻ. അതേപോലെ തന്നെ ക്ലോസ് ഡൈ ഫോർജിങ് പ്രസൻസ് എ ഡേഞ്ചറസ് വർക്കിംഗ് എൻവയൺമെൻറ്റ് അല്ലേ, കറക്റ്റായിട്ട് അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് തന്നെ. അപ്പോൾ നമ്മളോട് ചോദിച്ച് ഈ ഡയഗ്രാം വെച്ചിട്ട് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഈ പോയിന്റ്സും കൂടി യൂസ് ചെയ്തിട്ട് അതിൻ്റെ പ്രോസസ്സ് ടോപ്പ് ഡൈ മേളിലേക്ക് പോകുന്നു. ആ ഒരു ഫിഗർ വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ക്ലിയർ, ഈ രണ്ട് ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ 3-4 ഡിഫറെൻറ്റ് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും കൂടി മെൻഷൻ ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിത്ത് ദി ഹെൽപ്പ് ഓഫ് നീറ്റ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷൻ പ്രോസസ് ആണ് പറഞ്ഞേക്കണം. സിമ്പിൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഡയറക്റ്റ് എക്സ്ട്രൂഷനും ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷനും. സോ ഡയറക്റ്റ് എക്സ്ട്രൂഷൻ എന്ന് പറയാൻ നേരത്ത് നമ്മളിപ്പോൾ അതിൻ്റെ ഇതിൽ ഞാൻ പ്ലേസ് ചെയ്തേക്കുന്ന ഡിഫറൻസ് പോലെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാം, ഇതിൽ നമ്മുടെ കണ്ടെയ്നർ ഉണ്ട്, അതിൻ്റെ അകത്ത് റാം ഉണ്ട്, നമ്മുടെ ഹീറ്റ് ചെയ്തിട്ടുള്ള വർക്ക് പീസിലെ ബില്ലറ്റ് ഉണ്ട്, ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു റാം പ്രഷറൈസ് ചെയ്യുമ്പോൾ ഈ ഓപ്പണിംഗ് കൂടെ ഈ മെറ്റൽ ഏത് ഷേപ്പാണോ ഇവിടെ ഓപ്പണിങ്ങിലുള്ള ആ ഷേപ്പിൽ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. സോ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിൽ തന്നെയാണ് എന്ത് പ്രൊഡക്റ്റ് വരുന്നത്. നമ്മൾ ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ് ആ ഡയറക്ഷനിൽ തന്നെയാണ് എന്ത് പ്രൊഡക്റ്റ് വരുന്നത്. അപ്പോൾ ഡയറക്റ്റ് എക്സ്ട്രൂഷൻ പക്ഷേ എക്സ്ട്രൂഡഡ് മെറ്റൽ ഫ്ലോസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് റാമിൻ്റെ മോഷൻ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷേ ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷൻ നിങ്ങൾ നോക്കിയേ, ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് കൊടുത്തേക്കണം, ആ ഒരു പ്ലഞ്ചർ അല്ലേ, ഈ ഒരു പ്ലഞ്ചറിൻ്റെ ബേസിലാണ് നമ്മളെന്ത് ആ ഒരു ഓപ്പണിംഗ് കൊടുത്തേക്കണം. എന്നിട്ട് ഇപ്പുറത്ത് കണ്ടെയ്നർ എന്താ ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ നേരത്തെ എന്താണ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്ലഞ്ചറിൻ്റെ ഉള്ളിൽ കൂടെ എന്താണ് പുറത്തേക്ക് തന്നെയാണ്, ഈ റാം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അതിൻ്റെ അകത്തൂടെ എന്താ പറയുക. അപ്പോൾ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് എന്ത് പ്രൊഡക്റ്റ് എന്താ പുറത്തേക്ക് വന്നെ. ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷൻ പ്രോസസ് മെറ്റൽ ഫ്ലോസ് ഇൻ ഓപ്പോസിറ്റ് ടു ദി റാം മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഫോഴ്സ് റിക്വയർഡ് ടു റിലീസ് ബില്ലറ്റ് ഔട്ട് ഓഫ് എക്സ്ട്രൂഷൻ, ഇവിടെ ഫോഴ്സ് നമ്മൾ എന്താ കൂടുതൽ കൊടുക്കണം, കാരണം ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. ഇതൊരു പ്ലഞ്ചറിലെ റാം മൂവിയാണ്, അതേപോലെ പ്രൊഡക്റ്റ് പോകണം എല്ലാ ഒരു ഡയറക്ഷനിലാകുമ്പോൾ ഫ്രിക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൂടുതലായിരിക്കും. പക്ഷേ ഇൻഡയറക്റ്റിൽ എന്താ ഫ്രിക്ഷൻ കമ്പാരിറ്റീവ്ലി എന്താ കുറവായിരിക്കും. ഡയറക്റ്റ് എക്സ്ട്രൂഷൻ പ്രോസസ്സിന് നമ്മൾ ഫോർവേഡ് എക്സ്ട്രൂഷൻ എന്ന് പറയും, ഇൻഡയറക്റ്റിന് നമ്മൾ ബാക്ക്വേർഡ് എക്സ്ട്രൂഷൻ എന്ന് പറയും. മെറ്റീരിയൽ വേസ്റ്റേജ് ഇവിടെ കൂടുതലാണ്, ഇവിടെ മെറ്റീരിയൽ വേസ്റ്റേജ് കുറവാണ്. ഫ്രിക്ഷൻ ഫോഴ്സ് ഹൈ ആണ്, ഫ്രിക്ഷൻ ഫോഴ്സ് ലെസ് ആണ്. പിന്നെ ഇത് ഓപ്പറേഷൻ കുറച്ചും കൂടി ഈസി ഡയറക്റ്റ് ആണ്, പക്ഷേ ഇൻഡയറക്റ്റ് ഇത്രയും കൂടി ഡിഫിക്കൽട്ട് ആണെന്ന് വേണേൽ പറയാം. ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ട് അതിനനുസരിച്ചുള്ള സേഫ്റ്റി മെഷേഴ്സ് കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പോൾ ഫിഗർ വരയ്ക്കുക, പ്രോസസ്സ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇത് ഡിഫറൻസ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പഠിച്ചിരിക്കുക. ഡിഫറൻസ് ചോദിക്കുമ്പോൾ 2 ടേബിളിൽ വരയ്ക്കണതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, അടുത്ത എക്സ്പ്ലെയിൻ ദി വേരിയസ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ട്യൂബ് ഡ്രോയിങ് പ്രോസസ്സ്. അപ്പോൾ ഡ്രോയിങ് എന്ന് പറയുന്ന നേരത്തെ എന്താ പുള്ളിങ് വയർ ആവാം, റോഡ് ആവാം, ബാർ ആവാം അല്ലേ. നേരത്തെ വയർ ഡ്രോയിങ് പറഞ്ഞു, നമ്മളൊരു ഈ ഒരു പീസിനെ നമ്മൾ വലിച്ച് ഒരു ഡൈൻ്റെ അകത്തൂടി പുറത്തേക്ക് കൊണ്ടുവരിക, അതാണല്ലോ ഡ്രോയിങ് എന്ന് പറയുന്നത്. നമ്മൾ ഈ വടം വലിക്കുന്ന പോലെ വലിച്ചു കൊണ്ടുവരിക, അതൊരു 2 ഡയയുടെ ഇടയിൽ കൂടി വലിക്കാൻ നേരത്തെ നമ്മളെന്ത്
ഡ്രോയിങ് എന്ന് പറയുന്നത് മെജോറിറ്റി ഓഫ് കേസസിൽ ക്രോസ് സെക്ഷൻ സർക്കുലർ ആണ്, നോൺ സർക്കുലർ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ റോളിങ്ങിനെ കമ്പയർ ചെയ്യുന്നിടത്ത് നല്ലൊരു ഡയമെൻഷണൽ ആക്യുറസി, ലോവർ ക്യാപിറ്റൽ മതി, എക്സ്റ്റൻഷണൽ ടു സ്മോളർ ക്രോസ് സെക്ഷൻ നമുക്ക് കിട്ടും, കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ലോവർ എക്യുപ്മെൻറ്റ് കോസ്റ്റ് ആണ്, പിന്നെ അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് നമുക്ക് എന്താ ഡ്രോയിങ്ങിലുണ്ട്. ഇനി ട്യൂബ് ഡ്രോയിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നമ്മൾ ട്യൂബിനെ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി നല്ല ഹൈ ക്വാളിറ്റി ട്യൂബിൽ നമുക്ക് ഗുഡ് സർഫസ് ഫിനിഷ് കാര്യങ്ങൾ കിട്ടും. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ലാർജ് ആൻഡ് സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷനും ആപ്ലിക്കബിൾ ആണ്. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഗ്ലാസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലാണ് ചെയ്യാറുള്ളത്. ഇനി ട്യൂബ് ഡ്രോയിങ് ട്യൂബ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഓൾസോ ട്യൂബ്സ് ക്യാൻ ബി റെഡ്യൂസ് ഇൻ തിക്നെസ് റെഡ്യൂസ് ചെയ്യാനും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഷേപ്പ് ഓഫ് ദി ട്യൂബ്സ് ക്യാൻ ബി ചേഞ്ച് യൂസിങ് ഡൈസ് ആൻഡ് മാൻഡൽസ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഡൈ ഇവിടെ ട്യൂബ് ഇതിൻ്റെ അകത്തൂടെ കയറ്റുമ്പോൾ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഡയമെൻഷൻ റെഡ്യൂസ് ചെയ്ത് കിട്ടും. ഇനി ഹോളോ ഒക്കെ ആണെങ്കിൽ ഉള്ളിൽ മാൻഡൽസ് യൂസ് ചെയ്യാറുണ്ട്, സപ്പോർട്ടിങ് സ്റ്റേഷനറി മൂവിങ് മാൻഡൽ യൂസ് ചെയ്തിട്ടും പുള്ളി ചെയ്യുന്നുണ്ട്. പല ടൈപ്പ് ട്യൂബ് ഡ്രോയിങ്സ് ഉണ്ട്, ട്യൂബ് സിങ്കിങ്, ട്യൂബ് പുള്ളിങ്, ട്യൂബ് ഡ്രോയിങ് വിത്ത് മൂവിങ് മാൻഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് പല ടൈപ്പ് ട്യൂബ് ഡ്രോയിങ് പ്രോസസ്സ് ഉണ്ട്. സോ ട്യൂബ് എന്നാണ് ഇവിടെ. സോ ട്യൂബ് ഡ്രോയിങ് ഈസ് ഓൾസോ സിമിലർ ടു വയർ ഡ്രോയിങ് except that mandrel of appropriate diameter is required to form internal holes വേണമെങ്കിൽ അതിനനുസരിച്ച് മാൻഡൽസ് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് പല ടൈപ്പ് പ്ലഗ് ഡ്രോയിങ്, ഫ്ലോട്ടിംഗ് പ്ലഗ് ഡ്രോയിങ്, അതേപോലെ മൂവിങ് മാൻഡറിൽ ഉള്ളിൽ സപ്പോർട്ട് കൊടുത്തിട്ടുള്ള അങ്ങനെ പല ടൈപ്പ് പ്രോസസ്സ് ഉണ്ട്. ബേസിക്കലി ഡൈയുടെ ഇടയിൽ നിന്ന് വലിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ ആ ഫിഗർ വരയ്ക്കുക, പ്രോസസ്സ് മെയിൻലി ഇങ്ങനത്തേക്ക് വരുമ്പോൾ 2 ഫിഗർ വരയ്ക്കുക. ഇനീഷ്യലി ഇപ്പോൾ ഇതാണ് ഡൈ, ഇത് ഇത്രയും ട്യൂബ് എന്നുള്ള രീതിയിൽ ഇതിൻ്റെ അകത്തോടി ജസ്റ്റ് കയറാൻ പോണത് വരക്കുക. എന്നിട്ട് അടുത്ത ഇതിലെന്താണ് ഫുള്ളായതിന് ശേഷമുള്ള രീതിയിൽ ഇപ്പോൾ ഇതേപോലെ ഡൈ ഈ ഭാഗം എന്താണ് ഇത്രയും മതി, ബാക്കി എന്താ ഉള്ളിലേക്ക് വന്നിട്ട് ട്യൂബ് കിട്ടി എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ 2 പ്രോസസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആണ് സംഭവം എന്താ നടന്നതെന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ എന്താണ് റെപ്രസെൻറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, സോ അത്രയാണ് നമ്മുടെ ഈ മോഡ്യൂളിൽ വരുന്നത്. മോഡ്യൂൾ 4 നമ്മൾ നോക്കിയതിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കുറച്ച് ഉണ്ടെങ്കിൽ ചോദിക്കുക, നല്ലപോലെ നോക്കുക, ഫിഗേഴ്സ് കാര്യങ്ങൾ നല്ലപോലെ പഠിക്കുക. സോ അടുത്ത സെഷനിൽ കാണാം. സോ താങ്ക് യു.